വേറാരും കളത്തിലുമില്ല. യാതൊരുവിധ ഭരണവിരുദ്ധ വികാരവുമില്ല. മഹാരാഷ്ട്രയിൽ ഡബിൾ സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറി മഹായുതി സഖ്യം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടി മഹാവികാസ് അഘാഡിയെ നിഷ്പ്രഭമാക്കി ഉജ്ജ്വല വിജയം. ഈ വിജയം മഹായുതിക്ക് സമ്മാനിച്ചതിൽ ചെറുതല്ലാത്ത പങ്ക് അല്ല, വലിയ പങ്ക് തന്നെ RSSനുണ്ട്. BJPയെ പോലെ RSSനും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. അടുത്തുവരുന്ന 100ാം വാർഷികം, തങ്ങളുടെ ആസ്ഥാനമിരിക്കുന്ന സംസ്ഥാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിട്ടുനിന്നതോടെ BJPയെ അടിമുടി ഉലച്ചുകളഞ്ഞ നഷ്ടം. ഇതെല്ലാം മനസ്സിൽ വെച്ച് കച്ച കെട്ടിയിറങ്ങി RSS. അരയും തലയും മുറുക്കി വീട് വീടാന്തരം കയറി മഹായുതിയുടെ വോട്ടുറപ്പിച്ചു. വികസനം പറഞ്ഞോ തീവ്ര ഹിന്ദുത്വം പറഞ്ഞോ ആയിരുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണം. ഹിന്ദു ഐക്യമെന്ന് മാത്രം പറഞ്ഞായിരുന്നു വോട്ട് തേടൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി മനസ്സിലാക്കി മോദി എന്ന ഫാക്ടർ വിട്ട് പ്രാദേശിക നേതൃത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം സംസാരിച്ച് മഹായുതി വോട്ട് കൂട്ടി. ഏക് ഹേ തോ സേഫ് ഹേ, പട്ടേങ്കെ തോ കട്ടേങ്കെ ഈ പ്രചാരണവാക്യം സംവരണ വിഷയത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന OBC വോട്ടുകളെയും മറാത്ത വോട്ടുകളെയും മഹായുതി സഖ്യത്തിലേക്ക് എത്തിച്ചു. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രം മഹായുതി സഖ്യം കൊണ്ടുവന്ന ലഡ്കി ബാഹിൻ യോജന സ്ത്രീകളുടെ വോട്ടും അനുകൂലമാക്കി. മഹാരാഷ്ട്ര ജനസംഖ്യയുടെ 55% പേർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമായത്. അതായത് ഏകദേശം 2.25 കോടി ജനങ്ങൾ. 4 മാസത്തിനുള്ളിൽ 1500 രൂപ വീതം സ്ത്രീകളുടെ കൈകളിലെത്തിയത് ആകെ 7500 രൂപ. വീണ്ടും അധികാരത്തിലേറ്റിയാൽ ഇപ്പോൾ ലഭിക്കുന്ന 1500 രൂപ 2100 ആക്കി ഉയർത്തുമെന്നും മഹായുതി വാഗ്ദാനം നൽകി. കർഷക വോട്ടുകളെ ലക്ഷ്യം വെച്ച മഹാവികാസ് അഘാഡിയുടെ തന്ത്രത്തെയും മഹായുതി പൊളിച്ചു. ഹരിയാനയിലെ പാഠവും ഉൾക്കൊള്ളാതെ തിരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് സംഭവിച്ചത് വലിയ നഷ്ടം. 2019 നേടിയ 44 സീറ്റിൽ നിന്ന് 15ലേക്ക് ചുരുങ്ങി കോൺഗ്രസ്. നേർക്കുനേർ പോരാട്ടം നടന്നതിൽ കോൺഗ്രസിനെ അടപടലം അപ്രസക്തമാക്കി BJP. നാനാ പട്ടോളയുടെ മേഖലയായ വിദർഭയിലും കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയ കൂടില്ലെന്ന വിശ്വാസം BJP അരക്കിട്ടുറപ്പിച്ചു. പിളർന്ന പാർട്ടികളുടെ അവകാശം നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. പവാറിനായുള്ള ഏറ്റുമുട്ടലിൽ കിതച്ചാണ് ശരത് പവാറിന്റെ NCP 2 അക്കം കടന്നത്. പവാർ പക്ഷത്തിന്റെ 2019 നിലയിൽ നിന്ന് വലിയ മാറ്റം ഇതുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ബാരാമതിയിൽ അജിത് പവാർ നേടിയ വിജയം ഞാനാണ് യഥാർത്ഥ NCP എന്ന ശരത് പവാറിന്റെ അവകാശവാദത്തിന് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിനോട് സീറ്റുകൾ പിടിച്ചു വാങ്ങിയ ഉദ്ധവിന്റെ ശിവസേനയ്ക്കും ഇനി ഞങ്ങളാണ് യഥാർത്ഥ സേനയെന്ന് അവകാശവാദം ഉന്നയിക്കാനാവില്ല. 2019 ഷിൻഡെ വിഭാഗത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ നേടിയിട്ടുണ്ട്. സഖ്യത്തിലെ ഐക്യക്കുറവ് തന്നെയാണ് മഹാവികാസ് അഘാഡിക്ക് അടിയായത്. സീറ്റ് വിഭജന ചർച്ച നീണ്ടുപോയതും സഖ്യത്തിലെ ചെറു പാർട്ടികൾ സൗഹൃദ മത്സരവുമായി രംഗത്തെത്തിയതും വിനയായി. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കാൻ NCP തയ്യാറായില്ല. കോൺഗ്രസും ഉദ്ധവ് പക്ഷവും ഒന്നിച്ചുയർത്തിയ പ്രശ്നങ്ങൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിയതുമില്ല. ഇതോടെ മഹായുതിക്ക് മുന്നിൽ മഹാവികാസ് അഘാഡിക്ക് സാഷ്ടാംഗം വീഴേണ്ടി വന്നു.